മട്ടന്നൂർ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്ന് അർജുൻ. ഘടകപൂരങ്ങൾ ഓരോന്നായി കണിമംഗലം ശാസ്താവ് ആദ്യം എത്തുന്നു. 8 ഘടകപൂരങ്ങൾ. നടപ്പാണ്ടിയും നാദസ്വരവും ഒക്കെ ആയിട്ടുള്ള വരവ് ഒരാവേശമാണ്. അത് കാത്തിരിക്കുന്ന ആയിരങ്ങളെയാണ് അർജുൻ ചുറ്റും കാണാൻ കഴിയുന്നത്. തീർച്ചയായും അത് ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് പല വഴികളായി കൈവഴികൾ ഒന്നായി ഒരു പുഴയായി ഒഴുകുന്നത് പോലെ പല കൈവഴികളായി ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. തെക്കിൻകാട് മൈതാനത്തേക്ക് ഈ തെക്കേ ഗോപുര നടയിലേക്ക് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഓരോ സമയത്തും ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇലഞ്ഞിത്തറ മേളമാകുന്നു. അതിനുശേഷം കുടമാറ്റം ഉണ്ടാകുന്നു. അപ്പോഴേക്കൊരു വലിയ ജനങ്ങളുടെ ഒരു മഹാസമുദ്രമായി തന്നെ ഈ തൃശ്ശൂർ നഗരം മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ കാണാം നമുക്ക് ഈ തേക്കിൻകാട് മൈതാനത്ത് നിരവധി ആളുകളാണുള്ളത്. എന്തായാലും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഘടകപൂരങ്ങൾ ഓരോന്നായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധി പേരുണ്ട്. നമുക്കിപ്പോൾ ഒരാളുണ്ട്, UGS ഗ്രൂപ്പ് MD അജിത്ത് പാലാട്ടാണ്. എങ്ങനെയുണ്ട് പൂരം? പൂരം അടിപൊളി വൈബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പണ്ട് നേരത്തെ ഇവിടെ വന്നപ്പോൾ അധികം ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ ഭയങ്കര ക്രൗഡായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയധികം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലം. അപ്പോൾ അതാണ് ശരിക്കും പൂരം വൈബ്. ആളുകൾ എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ? അല്ല, നമുക്ക് തവണത്തെ ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ. പൂരത്തിൻ്റെ പൊലിമ അല്ലെങ്കിൽ ആ ഒരു ഇത് കുറച്ച് കുറഞ്ഞു അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. മാറ്റി കുറച്ച് കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. കാരണം ആ ഒരു ദുരന്തത്തിൻ്റെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിലുണ്ട്. ഒരു വേദനാജനകമായ ചിത്രം നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവരുടെയൊക്കെ ദുഃഖത്തിലും അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലൊക്കെ ഞാനും പങ്കുചേരുന്നു. അതോടൊപ്പം അവരെയൊക്കെ സഹായിക്കാൻ ഒരുപാട് പേര് ഈ അവസരത്തിൽ എത്തിയത് വളരെയധികം മാതൃകാപരമാണ്, അല്ലെങ്കിൽ സ്വാഗതാർഹമാണ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതോടൊപ്പം UGSഉം ദുരന്തത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ പരിക്ക് പറ്റവരെ, അപകടത്തിൽപ്പെട്ടവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഒരു ധനസഹായം, 5 ലക്ഷം രൂപയുടെ ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിവരം ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം ഇനി വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം, വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ പൂരത്തിൻ്റെ തനിമയും അല്ലെങ്കിൽ ആചാരങ്ങളുടെ തനിമയും ആഘോഷങ്ങളുടെ തനിമയും ഒന്നും ചോരാതെ വളരെയധികം സുരക്ഷിതമായ രീതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പൂരങ്ങളും ആഘോഷങ്ങളൊക്കെ നടത്താൻ അധികാരികൾക്ക് കഴിയട്ടെ, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയട്ടെ, ശ്രമിക്കട്ടെ എന്നുള്ളൊരു ഇതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും അതാണ് മാധു, ഇത്തവണ ഇങ്ങനെ ഈ വലിയ ആൾക്കൂട്ടം കുറയുമോ എന്നൊരാശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നേരത്തെ നിശ്ചയിച്ചതാണ്. പലരും ഒരു വർഷം മുൻപ് തന്നെ നിശ്ചയിച്ചതാണ്. അടുത്ത വർഷം ഏപ്രിൽ 26-ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തണം, തേക്കിൻകാട് മൈതാനത്തേക്ക് എത്തണം. അതിനനുസരിച്ച് അവധിയടക്കം, വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ അവധിയടക്കം നിശ്ചയിച്ചുകൊണ്ട് എത്തുന്നവരാണ്. അങ്ങനെ വർഷത്തിൽ ഒരു ദിവസം, അത് ഈ പൂര ദിവസമാണ്, അന്ന് ഇവിടെ എത്തുക എന്നത് ഒരു തൃശ്ശൂരുകാരൻ്റെ, ഒരു പൂരപ്രേമിയുടെ ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒട്ടും കുറയില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കൊടും ചൂടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകുന്നത്.